വെൽക്കം മിനിസ്റ്റർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഉഷാറല്ലേ? ഉഷാർ. പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ആ കുന്നമ്പത്തേലെ ഭൂമിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങ് ആ ഭൂമി കണ്ടിരുന്നോ നേരത്തെ? ഞാൻ ആ ഭൂമി സ്വാഭാവികമായിട്ടും കണ്ടിട്ടുണ്ടാവുമല്ലോ. ആ ഭൂമിയുടെ ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിലത്തെ അവസ്ഥയാണ് ആ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ ദയനീയമാണ്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് സർക്കാർ ഭൂമി തരുമെന്ന് പറഞ്ഞ് കാത്തിരുന്നത് കൊണ്ടാണ് വൈകിയത് എന്നാണ് ആവർത്തിച്ചു പറയുന്നത്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് എന്നാണ് ആ ഭൂമിക്ക് വേണ്ടിയിട്ടുള്ള ആവശ്യം ഉന്നയിച്ചതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. 2024 ഡിസംബർ മാസം അവസാനം 100 വീടുകൾക്ക് മീതെ വീട് പണിയുന്ന സ്പോൺസർമാരുമായിട്ട് ഒരാലോചന നടത്തിയിരുന്നു. അന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്, ഉപനേതാവും സ്ഥല MLA ഉൾപ്പെടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിളിച്ച ആ യോഗത്തിലുണ്ടായിരുന്നു. സ്പോൺസർമാരുണ്ടായിരുന്നു. അന്ന് വളരെ ക്ലിയറായി ഒറ്റ സ്ഥലം സർക്കാർ ഏറ്റെടുക്കുന്നു, ആ സ്ഥലത്ത് വീടുകൾ പണിയുന്നു. ഒരു ഏജൻസി വേണോ അതോ വിവിധ ഏജൻസികൾ വേണോ? ഒറ്റ ഏജൻസി ആയിരിക്കും നല്ലത് എന്നാലോചിക്കുന്നു. 5 സെന്റ് സ്ഥലവും 25 ലക്ഷം രൂപ യൂണിറ്റിനും അത് കുറയ്ക്കണം എന്ന് പൊതു ആവശ്യമായിരുന്നു. 7 സെന്റ് സ്ഥലവും 20 ലക്ഷം രൂപയുമായി കുറയ്ക്കുന്നു. ഇതല്ലാതെ മറ്റൊന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങളുടെ മുമ്പിൽ നേരത്തെ ആദ്യഘട്ടത്തിൽ ആളുകൾക്ക് സ്ഥലം കൊടുത്ത്, അതായത് ഒരു സ്ഥലം സർക്കാർ എടുത്ത് അവിടെ ആളുകൾക്ക് സ്ഥലം കൊടുത്ത് പണിയുകയാണോ എന്ന കാര്യത്തിലൊരു ക്ലാരിഫിക്കേഷൻ വേണം. അത് 2024 ഡിസംബറിൽ തന്നെ ഗവൺമെന്റ് കൊടുത്തു ആ ക്ലാരിഫിക്കേഷൻ. ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഇത് ഇപ്പൊ എന്റെ കയ്യിലുള്ളത് അന്നത്തെ സ്പോൺസേഴ്സിന്റെ മിനിറ്റ്സ് ആണുള്ളത്. ആ മിനിറ്റ്സ് ഞാൻ വായിക്കുമ്പോൾ ഇങ്ങനൊരു ആവശ്യം ഉന്നയിച്ചതായിട്ട് അത് കാണുന്നില്ല. ഇങ്ങനെ ഒരു ആവശ്യം അവിടെ പങ്കെടുത്ത ഒരാളാണ് ഞാൻ. അങ്ങെടുത്ത് പ്രതിപക്ഷ നേതാവ് എപ്പോഴെങ്കിലും പറഞ്ഞിരുന്നു, ആവശ്യപ്പെട്ടിരുന്നോ? വ്യക്തിപരമായ കാര്യങ്ങളല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ അങ്ങനെ പറയേണ്ട കാര്യം. രേഖാമൂലം തന്നിരുന്നോ? ഒരു തവണയും എന്റെ മുമ്പിൽ വരുന്ന ഒരു രേഖയിലും അതുണ്ടായിരുന്നില്ല. അത് സർക്കാർ ഭൂമി വിട്ട് നൽകണമെന്ന്. നേരത്തെ ഈ ദുരന്തം ഉണ്ടായപ്പോ നമ്മൾ ഒരു സ്ഥലത്ത് സ്ഥലമെടുത്ത് അവിടെ ഓരോരുത്തർക്ക് പ്ലോട്ട് കൊടുത്ത് അവിടെ പണിയാണോ അതോ ഒരുമിച്ച് പണിയാണോ എന്നുള്ള കാര്യത്തിൽ ക്ലാരിറ്റി വേണം എന്ന് പറഞ്ഞിരുന്നു. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ഉടനെ തന്നെ മുഖ്യമന്ത്രി യോഗം വിളിച്ചു. ആ യോഗമെത്തിയ സമ്മപ്പ് ആ കാര്യത്തിലുണ്ടാകും. പൊതുവായി ഇടണ്ടാകുന്നു. സർക്കാർ തന്നെ നേരിട്ട് ഭൂമി ഉണ്ടാക്കുന്നു. ഓരോ യൂണിറ്റിനും 25 ലക്ഷമാണെന്ന് പറഞ്ഞ് പിന്നീട് ക്യാബിനറ്റ് തിരിച്ചു 20 ലക്ഷമാക്കുന്നു. എങ്ങനെ ഈ സ്പോൺസർമാരുടെ പേരുകൾ കാണും എന്ന് ചോദിച്ചു. മുഖ്യമന്ത്രി വളരെ ക്ലിയർ കട്ടായിട്ട് നമുക്ക് ഒറ്റ വലിയ ശില സ്ഥാപിക്കണം, അവിടെ ഇത് സ്പോൺസർ ചെയ്ത വീടുകൾ നൽകിയിട്ടുള്ള എല്ലാവരുടെയും പേരുകൾ ഉണ്ടാകും, അത് മതി നമുക്ക് ഒരു മനസ്സായി. 1/1/2025 4/1/2025 ഈ തീയതികളിൽ ഉച്ചയ്ക്ക് 12 മണിക്ക് ചേർന്ന യോഗമാണ്. 2 യോഗങ്ങൾ. ഒന്ന് 100 വീടിന് മുകളിൽ തരുന്ന സ്പോൺസർമാർ, 100 വീടിന് താഴെ വരുന്ന. അപ്പൊ ഈ അതായത് ജനുവരി മാസം 4-ാം തീയതിയോട് കൂടി തന്നെ അക്കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വന്നതാണ്. വളരെ ക്ലിയർ ക്ലാരിറ്റി. അപ്പോൾ പ്രതിപക്ഷ നേതാവ് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ്? ഈ മാസത്തിൽ ദുരന്തമുണ്ടായി. സെപ്റ്റംബർ 2-ന് ഭൂമി അറ്റാച്ച് ചെയ്തു. പൊതുവായിട്ട് എടുക്കേണ്ട ഭൂമി. അന്ന് 2 ഭൂമികൾ എടുത്തു. ഒന്ന് ഇപ്പോൾ ഉള്ള എൽസ്റ്റൺ ഭൂമി എടുത്തു, മറ്റൊന്ന് പോപ്സിന്റെ കീഴിലുള്ള ഭൂമി എടുത്തു. പക്ഷേ എൽസ്റ്റൺ മാത്രമേ നമുക്ക് ആവശ്യമുണ്ടായുള്ളൂ. അത് മാത്രത്തിലേക്ക് തിരിച്ചു. അപ്പോൾ സെപ്റ്റംബർ, ഈ ദുരന്തം ഉണ്ടായി ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ കഴിഞ്ഞ് ഒക്ടോബർ 2-ന് മുമ്പ് ക്യാബിനറ്റ് തീരുമാനിച്ച് ഒറ്റ ഭൂമി എടുത്തതാണ്. അതായത് ഇപ്പോൾ ഇതിപ്പം മാർച്ചാണ്. 12 മാസം ഉണ്ടായിരുന്നു കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ തീരുമാനം വന്നതിന് ശേഷം അവർക്ക് വേണമെങ്കിൽ ഭൂമി വാങ്ങാൻ. മാത്രമല്ല ഇതിലൊരു കാര്യം അരുൺ ശ്രദ്ധിക്കേണ്ടത്, അരുണ് നന്നായിട്ട് അറിയാവുന്നത് പോലെ അവിടെ പൂർണ്ണമായിട്ടും റവന്യൂവിൻ്റെ കയ്യിൽ ഭൂമിയില്ല. റവന്യൂ ഭൂമിയല്ല, അവിടെ മഹാഭൂരിപക്ഷവും പ്ലാന്റേഷനുകളാണ്. അതുകൊണ്ട് സർക്കാർ തന്നെ ഒക്ടോബർ 2-ന് അറ്റാച്ച് ചെയ്ത ഭൂമി കിട്ടാൻ വേണ്ടി. ഇതെന്തായിരിക്കും പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ച് സർക്കാരാണ് ഭൂമി നൽകാമെന്ന് ഞങ്ങളോട് പറയുന്നത്, ഞങ്ങൾ കാത്തിരുന്നത്, അതൊടുവിൽ തരില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് വൈകിയത് എന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കും? പ്രതിപക്ഷ നേതാവ് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എനിക്ക് മനസ്സിലായില്ല. എന്ന് മാത്രമല്ല, മാർച്ച് 27-ാം തീയതി, അത് കഴിഞ്ഞിട്ട് ഇപ്പം ഇന്നേക്ക് 1 വർഷമായല്ലോ, മാർച്ച് 27-ാം തീയതി ഞങ്ങൾ ഒരുമിച്ചല്ലേ അവിടെ പോയി തറക്കല്ലിട്ടത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തറക്കല്ലിട്ട ചടങ്ങിൽ ഞാൻ അധ്യക്ഷനായിരുന്നു, അദ്ദേഹം മുഖ്യാതിഥിയായിരുന്നു. പക്ഷെ അപ്പോഴും കോൺഗ്രസ്സുകാരുടെ മനസ്സിൽ നിങ്ങൾ ഭൂമി കൊടുക്കുമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നിരിക്കണമോ? അവരെങ്ങനെ മനസ്സിലാലോചിച്ചു എന്ന് ഞങ്ങൾക്കറിയില്ല. രേഖാമൂലം അങ്ങനെ ഒരു അപേക്ഷ നൽകിയത് പ്രതിപക്ഷ നേതാവിനുണ്ടെങ്കിൽ അത് കാണിക്കാൻ അങ്ങ് വെല്ലുവിളിക്കൂ വേണ്ടി വന്നത്? ഞാൻ ഈ ഘട്ടത്തിൽ ഒരു വെല്ലുവിളിയുടെയും കാര്യമില്ല. കേരളം ഇത് കണ്ടതാണ്. ഇന്നേക്ക് 20 വർഷം. നാളെ അങ്ങ് ഉറപ്പിച്ചു പറയുന്നു അങ്ങനെ രേഖാമൂലം ഒരു അപേക്ഷ വന്നിട്ടില്ല? ഉറപ്പായിട്ടും അങ്ങയുടെ മുന്നിൽ വന്നിട്ടില്ല. എൻ്റെ മുമ്പിൽ അങ്ങനെ ഒരു അപേക്ഷ വന്നിട്ടില്ല. ആദ്യഘട്ടത്തിൽ സ്വകാര്യ സംഭാഷണത്തിൽ എങ്ങനെയാണ് ഭൂമി കിട്ടുക എന്ന് അന്വേഷിച്ചിരുന്നു. ജനുവരി 1-ന്റെ യോഗത്തോടു കൂടി വളരെ ക്ലിയർ കട്ടായി. അത് കഴിഞ്ഞിപ്പോൾ 15 മാസം കഴിഞ്ഞു. വളരെ ക്ലിയർ കട്ടായി ഗവൺമെന്റ് പറഞ്ഞു ഇന്ന ഭൂമിയാണ് ഞങ്ങൾ ഏറ്റെടുക്കാൻ പോകുന്നത്, ആ ഭൂമിയിലാണ് ഇത് വെക്കാൻ പോകുന്നത് എന്ന് ഗവൺമെന്റ് പറഞ്ഞു. അദ്ദേഹം ഉൾപ്പെടെ പങ്കെടുത്ത തറക്കല്ലിട്ട് കഴിഞ്ഞ് ഇന്നേക്ക് 1 വർഷവും 2 മാസവും തികഞ്ഞു. ഇതിലൊക്കെ ഉണ്ടായിട്ടും ഇപ്പോൾ ഈ സ്പോൺസേഡ് സ്ഥലത്തേക്ക് കർണാടക ഗവൺമെന്റിന് പണം തരാൻ തീരുമാനിച്ചത്
അവർ കൂടി തീരുമാനിച്ചുകൊണ്ടാണെന്ന് അദ്ദേഹം തന്നെ അവകാശപ്പെടുന്നുണ്ടല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായില്ലേ വേറെ സ്ഥലമല്ല കിട്ടാൻ പോകുന്നത്. പിന്നെ അത് എന്തായിരിക്കും പ്രതിപക്ഷം ഇത് ആവർത്തിച്ചു പറയുന്നത്? എന്തായിരിക്കും അങ്ങേക്ക് ആലോചിച്ചാൽ മനസ്സിലായി. ദുരന്ത ഭൂമിയിലും ഇങ്ങനെ ഞങ്ങളിപ്പോൾ ഗവൺമെൻറ് നിങ്ങൾ പിരിച്ച കാശ് എവിടെ, അതിൻ്റെ പേരിൽ ഞങ്ങൾ ഒരു അന്വേഷണം നടത്തുന്നു, ഞങ്ങൾ ബാങ്ക് അക്കൗണ്ട് കാണിക്കണം, ഞങ്ങൾ പറയില്ല. കാരണം ഞങ്ങൾ പിരിച്ച കാശല്ല. പക്ഷെ ജനം പറയും, ജനത്തിന് താല്പര്യം ഉണ്ടാകും. ജനങ്ങളുടെ മുമ്പിൽ നിന്ന് പിരിച്ചൊരു കാശും അവരാരും ഉപഭോക്താക്കളെ കണ്ടെത്തി. ഇപ്പം അങ്ങ് പറഞ്ഞതനുസരിച്ച് ഒരു പ്ലാൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ലെന്നാണ് മേപ്പാടി പഞ്ചായത്തിൽ. പഞ്ചായത്ത് അനുമതി കൊടുത്തിട്ടില്ല, സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. സബ്മിറ്റ് ചെയ്തിട്ടെങ്കിൽ UDF പഞ്ചായത്തല്ലേ മേപ്പാടി. മേപ്പാടി പഞ്ചായത്ത് ഭരിക്കുന്നത് UDF ആണല്ലോ. ഈ ദുരന്തം നടന്ന 10, 11, 12 വാർഡുകളിൽ ഇപ്പത് മാറി 9, 10, 11 ആ 3 വാർഡുകളും LDF ആണ് ഭരിക്കുന്നത്. എന്നാൽ ആ സാങ്ഷൻ കൊടുക്കേണ്ട പഞ്ചായത്ത് ഭരിക്കുന്ന മേപ്പാടി പഞ്ചായത്ത് തന്നെ പറയുന്നു ഇങ്ങനെ ഒരു അപേക്ഷ തരികയോ സാങ്ഷൻ കൊടുക്കുകയോ ചെയ്തു. അപ്പോൾ ഇത് കബളിപ്പിക്കുന്നു എന്നാണോ താങ്കൾ പറയുന്നത്? മനസ്സിലാക്കട്ടെ, ജനം മനസ്സിലാക്കട്ടെ. ഞാൻ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു ആരോപണത്തിന് ഈ ഘട്ടത്തിൽ തുനിയുന്നില്ല. പറയേണ്ടി വരും ആ കാര്യങ്ങളൊക്കെ. യഥാർത്ഥത്തിൽ കോൺഗ്രസ് ജനങ്ങളോട് നടത്തുന്ന ഈ കബളിപ്പിക്കലിന് ഈ തെരഞ്ഞെടുപ്പിൽ സമാധാനം പറയേണ്ടി വരില്ലേ ജനങ്ങളോട്? അതാണ് വയനാടുമായിട്ട് ബന്ധപ്പെട്ട്. ഇനി നമ്മൾ മണ്ഡലത്തിലേക്ക് തിരിച്ചു വന്നാൽ എന്താണ് ഒല്ലൂരിലെ അവസ്ഥ? ഉറപ്പായിട്ടും ജയിക്കുമായിരുന്നു. വളരെ ആത്മവിശ്വാസത്തിലാണ്. ഒല്ലൂരിൽ കഴിഞ്ഞ 10 വർഷക്കാലമായി ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ എൻ്റെ സാന്നിധ്യമുണ്ട്. കഴിഞ്ഞ 3 ദിവസം മുമ്പ് ഞാൻ കൂർക്കഞ്ചേരി പോയപ്പോൾ ഞാൻ അവിടെ നിന്ന് ഞാനും അത് പറഞ്ഞു തുടങ്ങി. വളരെ പ്രായമായിട്ടുള്ള ഒരു അമ്മൂമ്മ, 102 വയസ്സായിട്ടുണ്ടാവും, കല്യാണി എന്നാണ് അവരുടെ പേര്. അവർ പറഞ്ഞു, എനിക്ക് തോന്നുന്നു പിന്നെ കൂർക്കഞ്ചേരി ബെൽറ്റിലെ AKG നഗറിൻ്റെ അടുത്തുള്ളതാണ്. അവർ കാണാൻ വന്നു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളുടെ റേഷൻ കാർഡിൽ പേരുള്ള ഒരാളാണ് നമ്മുടെ ചെക്കൻ. അതായത് ഒല്ലൂർ നിയോജക മണ്ഡലത്തിൽ അമ്മമാരുടെ മനസ്സിലുള്ള റേഷൻ കാർഡ് ഉണ്ടെങ്കിൽ അതിൽ പേരുള്ള ഒരാളാണ് ഈ എളിയവൻ എന്ന ആത്മവിശ്വാസം സ്വാഭാവികമായിട്ടും കൂടപ്പിറപ്പുകളോടെ അവിടെയുണ്ട്. 2 പ്രളയം, കോവിഡ്, ആ മണ്ഡലത്തിൽ 2350 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഈ 10 വർഷക്കാലം കൊണ്ട് ആരംഭിക്കുകയും അത് മുന്നോട്ട് നയിക്കുകയും ചെയ്തു. അങ്ങ് തന്നെ നേരിട്ട് ഇൻ്റർവ്യൂ നടത്തിയതുപോലെ സുവോളജിക്കൽ പാർക്ക് ഉൾപ്പെടെ ഒരു നാട് കണ്ട വളരെ ജനകീയമായ ഒരു പരിപാടികളിലേക്ക് പോയി. കോൺഫിഡൻസ് ഉണ്ട്, വലിയ ആശ.